ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്താൽ സൃഷ്ടിച്ചപ്പോൾ പിശാചാണെങ്കിലോ മനുഷ്യനെ ആകർഷിച്ച സമയത്ത് മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? പിശാചിൻ്റെ കൂടെ പോയി തലമുറയായിട്ട് ആ കുടുംബത്തിൽ ഒരു വിലയേറിയ സമ്പത്ത് അവർക്ക് കൈമാറാറുണ്ടായിരുന്നു. അതവരുടെ ഒരു ഡയമണ്ടായിരുന്നു. മുതുമുത്തച്ഛൻ മരിക്കുന്നതായ സമയത്ത് മുത്തച്ഛൻ ആ ഡയമണ്ട് കൊടുത്തു. മുത്തച്ഛൻ മരിക്കുന്നതായ സമയത്ത് തൻ്റെ മകന് ആ ഡയമണ്ട് കൊടുത്തു. ആ മകൻ മരിച്ചു പോകുന്നതായ സമയത്ത് തൻ്റെ മകൻ ആ ഡയമണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, എടാ, നമ്മുടെ വംശപാരമ്പര്യമായി കൈമാറി വരുന്ന ഡയമണ്ടാണിത്. ഇതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഇരുന്നാൽ മതി, നമ്മുടെ ജീവിതം മുഴുവനും ഒരു കുറവും കൂടാതെ ജീവിക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെ പറഞ്ഞ ആ പിതാവ് മരിക്കുന്ന സമയത്ത് ആ ഡയമണ്ട് മകന് കൊടുത്തു. ഈ മകനാണെങ്കിലോ ഒരു മദ്യപാനിയാണ്. മദ്യപാനത്തിന് അടിമപ്പെട്ടവൻ, ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ വിറ്റു തുലച്ചവൻ. മദ്യപിക്കണമെന്ന് തോന്നുമ്പോൾ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് കൊടുക്കും. അങ്ങനെ മദ്യപാനം ശീലിച്ച് പണമില്ലാതിരുന്നപ്പോൾ പെട്ടെന്ന് അവന് ഓർമ്മ വന്നു. എന്ത്? അലമാരയിലിരിക്കുന്ന ഡയമണ്ട് ഓർമ്മ വന്നു. ആ, കൊള്ളാം, തലമുറകളായി കൈമാറുന്ന ഒരു ഡയമണ്ട് എൻ്റെ കയ്യിലുണ്ടല്ലോ, അതവിടെ ഇരുന്നിട്ട് എന്ത് ലാഭമാണ്? അത് കൊടുത്തിട്ട് കുറച്ച് മദ്യം വാങ്ങിക്കുകയാണെങ്കിൽ അതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭോഷനായ മനുഷ്യൻ ഡയമണ്ട് വിൽക്കുന്നതായ സ്വർണ്ണക്കടയിലേക്ക് ചെന്നു. ഡയമണ്ട് അവിടെ കൊണ്ടുവച്ചു. ഇവൻ്റെ വരവൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി ഇവൻ നല്ലൊരു മദ്യപാനിയാണെന്ന്. അപ്പോൾ ചോദിച്ചു, ഈ ഡയമണ്ട് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഞങ്ങളുടെ തലമുറയായി കൈമാറി വന്നതാണെന്ന് പറഞ്ഞു. ശരി, എത്രയാണ് വേണ്ടത്? ഈ ഡയമണ്ടിൻ്റെ വിലയൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല, കുറേ നാളുകളായിട്ട് അവിടെ ഇരിക്കുന്നതാണ്. ശരി, എന്തെങ്കിലും തരിക എന്ന് പറഞ്ഞപ്പോൾ, ശരി, ഇതാ കൊണ്ടുപോ, 1000 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് 1000 രൂപ കൊടുത്തു. ഈ മദ്യപാനിയെ സംബന്ധിച്ച് അന്നത്തെ മദ്യപാനം നടന്നാൽ മതി. 1000 രൂപയ്ക്ക് ആ ഡയമണ്ട് കൊടുത്തു. അന്നവൻ നന്നായി മദ്യപിച്ചു. അതിനുശേഷം ഇവൻ കുറച്ച് സുബോധം വന്നതിന് ശേഷം അടുത്ത ദിവസം എന്തുകൊണ്ടോ ഇങ്ങനെ ആലോചിക്കാനിടയായി. മദ്യം വാങ്ങാനായിട്ട് ഡയമണ്ട് കൊണ്ട് വിൽക്കാനിടയായില്ലേ? യഥാർത്ഥത്തിൽ ആ ഡയമണ്ട് ആ സ്വർണ്ണക്കടക്കാരൻ എത്ര രൂപ അതിനിട്ടിട്ടുണ്ടെന്ന് നോക്കാം. 1000 രൂപയാണ് എൻ്റെ കയ്യിൽ തന്നത്. അതിന് 10000 രൂപയെന്നാണ് എഴുതിയേക്കുന്നത്. 20,000 വിലയിട്ടിട്ടിരിക്കുന്നത്, അത് 1,00,000 വിലയിട്ടിട്ടിരിക്കുന്നത്. എത്ര വിലയിട്ടുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ആ ഷോപ്പിലേക്ക് ചെന്നപ്പോൾ ഷോപ്പിൽ പ്രത്യേകമായിട്ടുള്ളതായ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നല്ലൊരു ബോക്സ് വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് വെച്ചിരിക്കുന്നു. നല്ലവണ്ണം പോളിഷ് ചെയ്തിരിക്കുന്നതായ ഡയമണ്ട് വെട്ടിത്തിളങ്ങുന്നത് കണ്ടു. അയാൾ ചോദിച്ചു, ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു ഡയമണ്ട് വിറ്റില്ലേ? ആ ഡയമണ്ട് നിങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കണം? അതെ. എവിടെയാണ്? അത് അവിടെ. അവൻ ചെന്ന് നോക്കി. ആ ഡയമണ്ട് കണ്ടപ്പോൾ ഇവൻ്റെ കയ്യിലിരുന്നപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് വെട്ടിത്തിളങ്ങുന്നത് കാണാനിടയായി. എത്രയാണ് എന്നറിയാൻ അവിടേക്ക് നോക്കിയപ്പോൾ അവന് ആ പൂജ്യങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. എന്താണ്? അതിന് 3 പൂജ്യം വരെ എണ്ണാൻ അറിയുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നത് വായിക്കാൻ പോലും കഴിയുന്നില്ല. വീണ്ടും അത് എണ്ണാൻ ശ്രമിച്ചു. അവനെ എണ്ണം പിടികിട്ടുന്നില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, സാറേ, ആ ഡയമണ്ടിന് എത്രയാണ് വില? 1,99,00,000 രൂപ. എന്താണ്? 1,99,00,000 രൂപ? അയ്യോ, അതെന്താണ്? 1,99,00,000 വിലയുള്ളതായ ഈ ഡയമണ്ടിനെ 1000 രൂപയാണോ നിങ്ങൾ എനിക്ക് തന്നത്? നിന്നെ സംബന്ധിച്ച് 1000 രൂപ തന്നെ, അത് കൂടുതലാണ്. എന്നാൽ അതിൻ്റെ യഥാർത്ഥമായ വില 1,99,00,000. അവരുടെ മുതുമുത്തച്ഛൻ പറഞ്ഞ എന്തെന്നറിയാമോ? എടാ, ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു നാളും ഒരു കുറവും ഉണ്ടാകില്ല. വിറ്റത് എത്ര രൂപയ്ക്ക്? 1000 രൂപയ്ക്ക്. അത് തിരികെ വാങ്ങണമെന്ന് വിചാരിച്ചാൽ ഇവനെക്കൊണ്ട് സാധിക്കുകയില്ല. സാറേ, എൻ്റെ ഡയമണ്ട് എനിക്ക് തന്നേക്കുക. തരാം. ഒരു കാര്യം ചെയ്യൂ, 1,99,00,000 രൂപ തരൂ. അതെന്താണ്? ഇന്നലെയാണല്ലോ എൻ്റെ ഡയമണ്ട് 1000 രൂപയ്ക്ക് ഞാൻ തന്നത്. അതെ, ഞാൻ വില കൊടുത്ത് അതിനോട് വാങ്ങിച്ചു. എൻ്റെ ഡയമണ്ട് എനിക്ക് തന്നേക്കുക. 1,99,00,000 രൂപ തരൂ. എന്താണ് സംസാരിക്കുന്നത്? പ്രിയ സഹോദര സഹോദരി, ദയവിച്ചത് മനസ്സിലാക്കുക. ദൈവം നിന്നെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു.
നീ എത്രയോ വിലയുള്ളവനാണ്, വളരെ ശ്രേഷ്ഠതയുള്ളവനാണ്. എന്നാൽ പിശാച് എന്തു ചെയ്തെന്നറിയാമോ? നിന്നെ ഒരു ബ്രാൻഡിക്കുപ്പിക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്നു. ഒരു സിഗരറ്റ് പാക്കറ്റ് കൊടുത്ത് നിന്നെ വാങ്ങിയിരിക്കുന്നു. ഒരു നിമിഷം ചിന്തിക്കുക. ഏത് വിഷയത്തിൻ്റെ മുമ്പിലാണ് നിന്റെ വിലയേറിയ ജീവിതത്തെ നീ പണയം വച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ പിശാചിന് നിന്നെ വളരെ ചീപ്പായ വിലയ്ക്ക് നിന്നെ തന്നെ നീ വിറ്റുകളഞ്ഞു. ഇപ്പോൾ ദൈവത്തിന് നിന്നെ തിരികെ വാങ്ങിക്കണമെന്ന് ആശിച്ചപ്പോൾ എന്തു സംഭവിച്ചെന്നറിയാമോ? പിശാചിൻ്റെ അരികിലേക്ക് വന്നിട്ട്, അവനെ ഞാൻ സൃഷ്ടിച്ചതാണ്, എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു, വളരെ വിലയേറിയ വ്യക്തിയാക്കി സൃഷ്ടിച്ചിരിക്കുന്നു, അവനെ വീണ്ടും എനിക്ക് തന്നേക്കുക. ഏതിലാണ് നീ വിറ്റുപോയത്? ബ്രാൻഡിക്കുപ്പിക്ക് വേണ്ടി വിറ്റുപോയി, ദുർനടപ്പിന് വേണ്ടി വിറ്റുകളഞ്ഞു. ഒരു ബോയ് ഫ്രണ്ടിന് വേണ്ടിയോ ഗേൾഫ്രണ്ടിന് വേണ്ടിയോ അല്പസമയം സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി നിന്റെ ജീവിതത്തെ നീ വിറ്റുകളയാനിടയായി. ഇപ്പോൾ തിരിച്ച് ദൈവം നിന്നെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പിശാചിൻ്റെ കയ്യിലായിരുന്ന നിന്നെ വിടുവിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ, എൻ്റെ മകനെ എനിക്ക് തിരികെ തന്നേക്കൂ. ശരി, നിന്റെ മകനെ ഞാൻ നിനക്ക് തിരികെ തന്നേക്കാം. പകരം എനിക്കെന്ത് തരും പറയുക. ഞാൻ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയുകയാണ്. എനിക്കെന്ത് തരുമെന്ന് പറയുക. എൻ്റെ മകനെ ഞാൻ വിടുവിച്ചെടുക്കുവാനായിട്ട് എന്തു നൽകാനും ഒരുക്കമാണ്. പിശാച് എന്താഗ്രഹിച്ചെന്നറിയാമോ? നിന്റെ മകനെ നിന്റെ കരത്തിലേക്ക് തന്നേക്കാം, നിന്റെ പ്രാണനെ എനിക്ക് തരിക. ദൈവം എന്തു പറഞ്ഞെന്നറിയാമോ? എൻ്റെ മകനെ, അല്ലെങ്കിൽ എൻ്റെ മകളെ ഞാൻ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരെ വിടുവിച്ചെടുക്കുവാനായിട്ട് എൻ്റെ പ്രാണനെ വേണമെങ്കിലും തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും തൻ്റെ പ്രാണനെ തന്നെ കൊടുക്കാനിടയായി. എന്നാൽ ആ പ്രാണനെ കൊടുക്കുന്നതായ സമയം വന്നപ്പോൾ, ആ വ്യാഴാഴ്ച രാത്രിയിൽ ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവൻ പരിപൂർണനായ മനുഷ്യനാണ്. അവൻ സകലത്തെയും സൃഷ്ടിച്ചവനായ സൃഷ്ടികർത്താവായിരിക്കുമ്പോഴും ഈ ഭൂമിയിലേക്ക് അവൻ മനുഷ്യനായിട്ടാണ് അവതരിച്ചു വന്നത്. അതുകൊണ്ട് അവന് വിശന്നു, അതുകൊണ്ട് അവന് ദാഹം ഉണ്ടായി, അതുകൊണ്ട് അവന് ക്ഷീണമുണ്ടായി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശാരീരികമായ അവസ്ഥകൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്? യേശുവും അതുപോലെ തന്നെ കടന്നുപോയി. എന്നാൽ അല്പസമയത്തിനുള്ളിൽ റോമൻ സൈനികർ കടന്നുവന്ന് തന്നെ ബന്ധിച്ചുകൊണ്ട്, അതിനുശേഷം മഹാപുരോഹിതന്മാരും എല്ലാവരും കടന്നുവന്ന് യേശുവിൻ്റെ മേൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുവാനിടയാകും. യേശുക്രിസ്തുവിനെ ഒന്നുകുറെ 40 അടികൾ അടിക്കാൻ പോകുന്നു. ആ ചാട്ടവാറുകളുടെ അടിയേറ്റ് തൻ്റെ ശരീരം മുറിപ്പെടാൻ പോകുന്നു. ഇതെല്ലാം ആദ്യം തന്നെ യേശുവിന് കാണുവാൻ കഴിഞ്ഞു. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചിട്ട് അടിച്ചിറക്കുന്നത്, അവൻ്റെ മുഖത്ത് തുപ്പുന്നത്, ഭാരമേറിയ ക്രൂശ് അവൻ്റെ തോളിൽ വെച്ചിട്ട് യെരുശലേം വീഥികളിൽ കൂടി കൊണ്ടുപോകുന്നത്. അപ്പോഴേക്കും തൻ്റെ ശരീരം മുഴുവനും ഒരു മാംസപിണ്ഡം പോലെയായി മാറുമ്പോൾ അവനെ എഴുന്നേൽപ്പിച്ച് ക്രൂശിൻ്റെ മുകളിൽ കിടത്തി കൈകാലുകളിൽ ആണിയടിച്ചിറക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ യേശുവിന് താങ്ങാനായിട്ട് കഴിഞ്ഞില്ല. ആ ദിവസം യേശുക്രിസ്തു ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് കണ്ണുനീരൊഴുക്കി നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനിടയായി. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, എൻ്റെ ആത്മാവ് ഒരുക്കമാണ്, എന്നാൽ എൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു ഭയമുണ്ട്, ഭാരം എനിക്കുണ്ട്. ഞാൻ മരിച്ചെങ്കിൽ മാത്രമേ ഭാവിയായ മനുഷ്യന് സ്വർഗം കിട്ടുകയുള്ളൂ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ കർത്താവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റുമാറാകണമേ. യേശുക്രിസ്തു വന്ന് നിലവിളിക്കാനിടയായി. എന്തുകൊണ്ടെന്നാൽ നിനക്ക് വേണ്ടി മരിക്കുന്നത് ദൈവത്തിന് ബുദ്ധിമുട്ടുള്ളതല്ല. എന്നാൽ മരണം അനുഭവിക്കുന്ന ആ പ്രോസസ്സുണ്ടല്ലോ, തൻ്റെ ശരീരം മുഴുവനും ഭയങ്കരമായി മുറിവേൽപ്പിക്കുന്നു, ചോരയൊഴുക്കുന്നു. ചാട്ടവാറിൻ്റെ അറ്റത്ത് മുള്ളുകളുണ്ട്. ആ മുള്ളുകൾ തറഞ്ഞ്, അതുപോലെ ആ ചാട്ടവാറിൻ്റെ ചുറ്റും ചൂണ്ടക്കൊളുത്തുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചൂണ്ടക്കൊളുത്തുകൾ, അതുപോലെ ചെറിയ ചെറിയ ആണികൾ കെട്ടിവെക്കും, ചെറിയ ചെറിയ സൂചികൾ കെട്ടിവെക്കും. ഒറ്റയടിക്ക് ചാട്ടവാറ് ശരീരത്തിലേക്ക് ഏൽക്കുമ്പോൾ ആ മുള്ളും ചൂണ്ടക്കൊളുത്തുകളും ശരീരത്തിലേക്ക് ഇറങ്ങി വലിക്കുമ്പോൾ മാംസവും കൂടെ വരും, ഒറ്റയടിക്ക് തന്നെ. അങ്ങനെയുള്ളപ്പോൾ 39 അടി അടിക്കാൻ പോകുമ്പോൾ ആ ചാട്ടവാറ് തൻ്റെ ശരീരത്തെ മുഴുവനും കീറിമുറിക്കാൻ തുടങ്ങുന്നത് കൊണ്ട്
യേശുവിൻ്റെ ശരീരത്തിനത് താങ്ങുവാൻ കഴിയില്ല. അന്ന് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, മരിക്കുവാൻ വേണ്ടി ഞാൻ ഒരുക്കമാണെന്നാൽ എൻ്റെ ശരീരത്തിന് സഹിക്കാൻ കഴിയില്ലായിരിക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ മരണത്തെ മാറ്റിവെച്ചിട്ട് ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിൽ കൂടി നിന്റെ മക്കളെ രക്ഷിക്കാൻ ശ്രമിക്കുക. അന്ന് യേശുവിൻ്റെ കണ്ണുനീർ കണ്ടതായ ദൈവം തൻ്റെ മുഖം തിരിച്ചു കളഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടില്ല. നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും കാര്യം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മോട് ചോദിക്കും, നമ്മൾ തിരക്കിലാണെങ്കിൽ അവർ പറയുന്നത് കേൾക്കില്ല. വീണ്ടും വന്നിട്ട്, ഡാഡി, ഞാൻ ഐസ്ക്രീം മേടിക്കാൻ പോവുകയാണ്, പണം തരൂ ഡാഡി എന്ന് പറഞ്ഞു, എടാ പോടാ എന്ന് പറയും. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട്, ഡാഡി പ്ലീസ് ഡാഡി, പൈസ താ. എടാ പറഞ്ഞാൽ കേൾക്കില്ലേ, നീ ശല്യം ചെയ്യാതെ പോകൂ. നിങ്ങൾ തിരക്കായതുകൊണ്ട് പറയുന്നതാകാം. ആ കുട്ടി എന്ത് ചെയ്യുമെന്നറിയാമോ? അവിടെ തന്നെ നിന്നുകൊണ്ട് ഉള്ളിൽ നിന്ന് ഇരമ്പി ഇരമ്പി വരുന്നതായ തൻ്റെ ദുഃഖത്തെ, വിഷമത്തെ പ്രകടിപ്പിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീറൊഴുകുന്നത് കാണാൻ കഴിയും. സ്വന്തം മകൻ അവിടെ തന്നെ നിന്നുകൊണ്ട് കരയുന്നത് കാണുമ്പോൾ ഏതെങ്കിലും അമ്മയ്ക്കും അപ്പനും സഹിക്കാൻ കഴിയുമോ? അവൻ കരഞ്ഞാൽ ഉടൻ തന്നെ അപ്പൻ്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും ഉയർന്നു വരാനിടയാകും. എടാ മോനെ, നീ എന്തിനാണ് കരയുന്നത്? നോക്ക്. അവൻ വന്നാൽ ഉടൻ തന്നെ അവനെ മുറുകെ കെട്ടിപ്പിടിക്കും. അപ്പോൾ എന്തു ചെയ്യും? ഉടനെ തന്നെ പോക്കറ്റിൽ നിന്ന് 10, 20, 100 ഒക്കെ എടുത്ത് കൊടുത്തിട്ട് പറയും, നീ പോക്, എന്നിട്ട് ഐസ്ക്രീം വാങ്ങിക്കോ എന്ന് പറഞ്ഞു വിടും. എന്തുകൊണ്ടാണ്? നിന്റെ മകൻ കരയുന്നത് നിനക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഇങ്ങനെയുള്ളവരുണ്ടോ? ഇല്ല, ഞാൻ ആ തരക്കാരൻ അല്ല. എൻ്റെ മോൻ കരഞ്ഞാലും ഞാൻ വകവെക്കില്ല, മോള് കരഞ്ഞാലും കുഴപ്പമില്ല, ഭാര്യ കരഞ്ഞാലും വകവെക്കത്തില്ല, കാരണം ഞാൻ അത്രത്തോളം പാപിയായവനാണ്. ഇങ്ങനെയുള്ളവരുണ്ടോ? ആരുമില്ല. പാപികളായിരിക്കുന്ന നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം മകനോ മകളോ കരയുന്നത് കണ്ടാൽ സഹിക്കാനും കഴിയില്ലല്ലോ. ഒരു തെറ്റും ഒരു പാപവും ചെയ്യാത്ത കർത്താവായ യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ വെച്ച് തൻ്റെ വിയർപ്പു തുള്ളികൾ രക്തമായിട്ട് മാറാനിടയെ അത്രത്തോളം അവൻ ദുഃഖിച്ചു. അങ്ങനെ നിലവിളിക്കുന്ന യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് പിതാവ് മനസ്സലിയേണ്ടതല്ലേ? അന്ന് കരയുന്നതായ യേശുക്രിസ്തുവിനെ പിതാവ് നോക്കിയില്ല, തൻ്റെ മുഖം തിരിച്ചു കളഞ്ഞു. ദാവീദ് തെറ്റ് ചെയ്തതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. മോശെ തെറ്റ് ചെയ്തതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. യേശു ഏതു തെറ്റ് ചെയ്തതുകൊണ്ടാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതിരുന്നത്? അവനൊരു തെറ്റും ചെയ്യാതെ ഇരുന്നിട്ടും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരുന്നതിൻ്റെ കാരണമെന്തെന്നറിയാമോ? തെറ്റുകൾ ചെയ്തിരിക്കുന്ന നമ്മെ രക്ഷിച്ചെടുക്കണം എന്ന ഒരേ ഒരു ആഗ്രഹത്തോടുകൂടി ദൈവം തൻ്റെ പ്രിയപുത്രനായ യേശുക്രിസ്തു കരയുന്ന സമയത്ത് അവൻ്റെ പ്രാർത്ഥന കേട്ടില്ല. എന്തുകൊണ്ടാണ്? ഒരുപക്ഷേ അന്ന് യേശുക്രിസ്തുവിൻ്റെ കണ്ണുനീർ പിതാവായ ദൈവം കണ്ടിട്ട് മനസ്സലിഞ്ഞ്, മകനേ, നീ എന്തിനാണിങ്ങനെ കഷ്ടപ്പെടുന്നത്? സ്വർഗത്തിലേക്ക് പോന്നേക്കൂ എന്ന് പറഞ്ഞു വന്നിരിക്കട്ടെ, നാം എല്ലാവരും പെട്ടെന്ന് തന്നെ പാതാളത്തിൽ വീണു പോകേണ്ടി വരുമായിരുന്നു. നമ്മൾ നശിച്ചു പോകാതിരിക്കുവാൻ, നരകത്തിലേക്ക് പോകാതിരിക്കുവാൻ തൻ്റെ കൺമുൻപിൽ മകൻ നിലവിളിക്കുമ്പോൾ അത് നോക്കാതെ തൻ്റെ പുത്രനെ മരണത്തിനേൽപ്പിച്ചു കൊടുത്തവനായ വലിയൊരു പിതാവാണ് നാം ആരാധിക്കുന്ന സ്വർഗീയ പിതാവ്. ഒരു മകനും ആ മകൻ്റെ സ്നേഹിതനും മകൻ്റെ പിതാവും 3 പേരും കൂടി ചേർന്ന് അവധി ദിവസമാകൊണ്ട് മീൻ പിടിക്കേണ്ടതിന് വേണ്ടി സമുദ്രത്തിലേക്ക് പോയി. അങ്ങനെ മീൻ പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടായ കാർമേഘങ്ങൾ കൂടി വന്നു. പെട്ടെന്ന് മഴ തുടങ്ങുന്നു. പിതാവ് അവർ കൊണ്ടുപോകുന്നതായ ബോട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് വലിയൊരു തിരമാല അടിച്ച് ആ ബോട്ട് തലകീഴായി മറിയാനിടയായി. 3 പേരും വെള്ളത്തിൽ മുങ്ങി. മകൻ ഒരു വശത്തേക്ക് ഒഴുകിപ്പോയി, കൂട്ടുകാരൻ മറ്റൊരു വശത്തേക്ക് ഒഴുകിപ്പോയി. പിതാവ് അവരുടെ മധ്യയിൽ മുങ്ങിക്കിടക്കുന്നു. മകൻ നിലവിളിക്കുകയാണ്, ഡാഡി ഡാഡി, എന്നെ രക്ഷിക്കൂ, ഞാൻ മുങ്ങിപ്പോകുന്നു എന്ന് നിലവിളിക്കുകയാണ്. മകന്റെ സ്നേഹിതൻ, അങ്കിൾ അങ്കിൾ, എന്നെ രക്ഷിക്കൂ, എനിക്ക് നീന്തലറിയില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ഒരുപക്ഷെ അതേ സിറ്റുവേഷനിൽ നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? മകനെ രക്ഷിക്കുമോ അതോ മകൻ്റെ സ്നേഹിതനെ രക്ഷിക്കുമോ? ഞാൻ ചോദിക്കട്ടെ. ഒരുപക്ഷെ മകൻ മുങ്ങിപ്പോകുമ്പോൾ, നിങ്ങളുടെ മകൻ മുങ്ങിപ്പോകുമ്പോൾ മറുവശത്ത് നിങ്ങളുടെ മകൻ്റെ സ്നേഹിതൻ മുങ്ങിപ്പോകുന്നു. രക്ഷിക്കേണ്ടവനായ നീ ആദ്യം ആരെ രക്ഷിക്കും? നിങ്ങളുടെ മകനെയല്ലേ ആദ്യം രക്ഷിക്കുകയുള്ളൂ, ശരിയല്ലേ? ഈ സ്റ്റോറി ഒരു ദിവസം ഒരു ദേവദാസൻ പറയുകയാണ്. നീണ്ട താടിയൊക്കെ ഉള്ളതായൊരു
ദൈവദാസൻ ഈ കഥ പറയുകയാണ്. അവർ മീൻ പിടിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് തിരമാലയടിച്ച് അവരുടെ ബോട്ട് മറിയാനിടയായി. ഒരു വശത്ത് മകൻ മുങ്ങിപ്പോകുന്നു, അതുപോലെ മറുവശത്ത് കൂട്ടുകാരൻ, മധ്യഭാഗത്ത് പിതാവ്. ആരെ രക്ഷിക്കണമെന്ന് ആലോചിക്കുന്ന സമയത്ത് മകൻ ഒരു വശത്ത് കരയുന്നു, മകൻ്റെ സ്നേഹിതനും നിലവിളിക്കുന്നു. അന്നെന്ത് സംഭവിച്ചു എന്നറിയാമോ? മകൻ കൺമുൻപിൽ മുങ്ങിപ്പോകുമ്പോഴും അത് നോക്കാതെ ആ പിതാവ് മകൻ്റെ സ്നേഹിതനെ രക്ഷിക്കാനായിട്ട് പോയപ്പോൾ മകനത് കണ്ട് നിലവിളിച്ചു, ഡാഡി, 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 ഞാനല്ലേ ഡാഡി അങ്ങയുടെ മകൻ, എന്നെയല്ലേ ആദ്യം രക്ഷിക്കേണ്ടത് എന്ന് മകൻ കരഞ്ഞപ്പോഴും അത് കേൾക്കാതെ മകൻ്റെ സ്നേഹിതനെ ആ പിതാവ് രക്ഷിച്ചു. ആ ദൈവദാസൻ പറഞ്ഞിട്ട് എന്തു പറഞ്ഞെന്നറിയാമോ? 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു നിലവിളിച്ചപ്പോഴും അവന്റെ നിലവിളിക്ക് ചെവി കൊടുക്കാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന എന്നെയും നിന്നെയും രക്ഷിക്കേണ്ടതിനു വേണ്ടി സ്വർഗീയ പിതാവ് ശ്രമം നടത്തുവാനിടയായി. ഈ സന്ദേശം കഴിഞ്ഞതിന് ശേഷം ആ ദൈവദാസൻ താഴേക്കിറങ്ങി വന്നു. 2 പയ്യന്മാർ ചെന്നിട്ട് ചോദിച്ചു, പാസ്റ്ററേ, ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഇപ്പോൾ ആ പിതാവ് സ്വന്തം മകനെ രക്ഷിക്കാതെ തൻ്റെ മകൻ്റെ സ്നേഹിതനെ രക്ഷിച്ചല്ലോ. യഥാർത്ഥത്തിൽ എന്തിനാണ് അങ്ങനെ ചെയ്തത്? തൻ്റെ മകൻ ആത്മീയനാണ്. അവൻ മരിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പോകും, വീണ്ടും അവൻ എനിക്ക് കാണുവാൻ കഴിയും എന്നുള്ള വിശ്വാസം പിതാവിനുണ്ട്. എന്നാൽ മകൻ്റെ സ്നേഹിതൻ അവിശ്വാസിയാണ്. ഒരുപക്ഷെ അവൻ മരിക്കുകയാണെങ്കിൽ നരകത്തിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് അവനെ രക്ഷിക്കുകയാണെങ്കിൽ, അവൻ യേശുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാനിടയാകുമെന്ന വിശ്വാസത്തിൽ ആ പിതാവ് സ്നേഹിതനെ രക്ഷിച്ചു. അപ്പോൾ ഇവർ 2 പേരും പറഞ്ഞു, ശരി ശരി, അങ്ങ് പറഞ്ഞത് ശരിയാണെന്നാൽ അങ്ങയുടെ മകൻ്റെ ജീവനെ പണയം വെച്ചുകൊണ്ട് മകൻ്റെ സ്നേഹിതൻ്റെ ജീവനെ രക്ഷിക്കുവാൻ, കാക്കുവാൻ ഇടയായല്ലോ. ഞങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ രക്ഷപ്പെട്ടതിന് ശേഷം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും അവൻ രക്ഷിക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുമല്ലോ. അതേ മോനെ, അതുകൊണ്ടാണ് പിതാവ് ത്യാഗം ചെയ്തത്. ദേവദാസ, ഒരുപക്ഷെ ഇവൻ കരയിലേക്ക് വന്നതിന് ശേഷം അവൻ പറയുന്നതായ സുവിശേഷം കേൾക്കാതെ ഇഷ്ടമുള്ളതുപോലെ മദ്യപിച്ച് ദുർനടപ്പിൽ ജീവിച്ച് പെൺകുട്ടികളുടെ പിറകെ നടന്ന് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിക്കുകയാണെന്നിരിക്കട്ടെ, ഈ പിതാവ് ചെയ്തതായ ത്യാഗത്തിന് എന്തെങ്കിലും വിലയുണ്ടാകുമോ എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. ഇവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞ് തൻ്റെ മകൻ്റെ ജീവനെ പണയപ്പെടുത്തിയല്ലോ, തൻ്റെ മകൻ്റെ ജീവനെ പണയപ്പെടുത്തിയല്ലോ. ഒരുപക്ഷെ ഇവൻ രക്ഷിക്കപ്പെടാതെ ദുർനടപ്പിൽ ജീവിച്ചാൽ, മദ്യപാനത്തിലേർപ്പെട്ടാൽ, ലഹരി ഉപയോഗിച്ചുകൊണ്ട്, മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട്, ശരീരത്തെ അശുദ്ധമാക്കിക്കൊണ്ട് ഇവൻ മരിച്ചുപോയി എന്നിരിക്കട്ടെ, മകനെ നഷ്ടപ്പെടുത്തിയ പിതാവാവുകയില്ലേ? ആ പിതാവ് ചെയ്തതായ ത്യാഗത്തിന് എന്തെങ്കിലും വിലയുണ്ടായിരിക്കുമോ? ഇങ്ങനെ അവർ 2 പേരും ചോദിച്ചു. ആ വാക്കുകൾ കേട്ടതായ ദൈവദാസന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുവാനിടയായി. തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന സമയത്ത് ആ 2 യൗവനക്കാരും ചോദിച്ചു, ദൈവദാസ, ആ മകൻ ഒരുപക്ഷേ ഈ പിതാവിൻ്റെ ത്യാഗത്തെ മനസ്സിലാക്കാൻ കഴിയാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുകയാണെങ്കിൽ പിതാവ് ചെയ്ത കാര്യത്തിന് എന്തെങ്കിലും വിലയുണ്ടെന്ന് ചോദിച്ചപ്പോൾ, അങ്ങ് എന്തിനാണ് പാസ്റ്ററെ കരയുന്നത്? അപ്പോഴാ പാസ്റ്റർ പറഞ്ഞ കാര്യമെന്തെന്നറിയാമോ? വാസ്തവത്തിൽ ആ രക്ഷപ്പെട്ട മകൻ വാസ്തവത്തിൽ ആ പിതാവിൻ്റെ ത്യാഗത്തെ മനസ്സിലാക്കാതെ പാപിയായി തന്നെ ജീവിച്ചിരുന്നുവെങ്കിൽ ആ പിതാവിൻ്റെ ത്യാഗത്തിന് ഒരു വിലയും ഉണ്ടാവുകയില്ലായിരുന്നു. എന്നാൽ ആ പയ്യൻ ആ പിതാവിൻ്റെ ത്യാഗത്തെ മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അതുമാത്രമല്ല, കർത്താവിൻ്റെ വേല ശ്രേഷ്ഠമായും ചെയ്യുന്നു എന്ന് പറഞ്ഞു. പാസ്റ്ററെ, നിങ്ങൾക്കെങ്ങനെ അറിയാം? ആ പയ്യൻ പിന്നീട് രക്ഷിക്കപ്പെട്ടുവെന്നും കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചുവെന്നും കർത്താവിൻ്റെ വേല ചെയ്യുന്നുവെന്നും പാസ്റ്ററെ നിങ്ങൾക്കെങ്ങനെ അറിയാം? ദേവദാസൻ പറഞ്ഞു, ആ ദിവസം ആ പിതാവ് രക്ഷിച്ചതായ സ്നേഹിതൻ മറ്റാരുമല്ല, ഞാനാണ്. ആ പിതാവ് തൻ്റെ മകൻ്റെ ജീവനെ നഷ്ടമാക്കിയിട്ട് ഒരുവനെ രക്ഷിച്ചില്ലേ? ആ രക്ഷിച്ചതായ സ്നേഹിതൻ ഞാനാണ്.
ആ പിതാവ് തൻ്റെ മകനെ പണയപ്പെടുത്തി എന്നെ രക്ഷിച്ചപ്പോൾ ആ ത്യാഗത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്നെപ്പോലെ പാപി ആരെങ്കിലുമുണ്ടോ? ആ ത്യാഗത്തെ മനസ്സിലാക്കാതെ വീണ്ടും പാപപ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ എന്നെപ്പോലെ ദുഷ്ടൻ മറ്റാരെങ്കിലും ഉണ്ടായിരിക്കുമോ? അതേ ചോദ്യം ഇന്ന് നിങ്ങളോടും ചോദിക്കുകയാണ്. ദൈവം തൻ്റെ പുത്രനെ തന്നുകൊണ്ട് എന്നെയും നിന്നെയും രക്ഷിച്ചെടുത്ത് കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ, അവനെ അനുസരിക്കുവാനായിട്ട് വരൂ മകനേ. നിന്നെ രക്ഷിക്കാനായിട്ട് എൻ്റെ മകനെ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിന്നെ ജീവിപ്പിക്കുവാൻ എൻ്റെ പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഈ സത്യത്തെ വിശ്വസിക്കുക എന്ന് ദൈവം നിന്നോട് പറയുമ്പോൾ, അവൻ്റെ ത്യാഗത്തെ മനസ്സിലാക്കാതെ ഒരുപക്ഷേ ഇന്ന് നമ്മുടെ ഇടയിൽ ആരെങ്കിലും പാപം ചെയ്യുവാൻ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ദുശ്ശീലങ്ങൾ ജീവിതത്തിൽ തുടർന്നുകൊണ്ടു പോയാൽ, ദൈവം തൻ്റെ പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത വിഷയത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടാകുമോ? യേശുക്രിസ്തു എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും മാരകമായ ഉപദ്രവങ്ങൾ സഹിച്ചു. എനിക്കും നിനക്കും വേണ്ടി ക്രൂശിൽ മരിച്ച ആ ത്യാഗത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകുമോ? ഇത്ര വലിയ ത്യാഗം ചെയ്തവനായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതെ കൈക്കൊള്ളാതെ അനാവശ്യ പ്രവൃത്തികൾ ചെയ്താൽ നിന്നേക്കാൾ വലിയ ദുഷ്ടന്മാർ ആരെങ്കിലും കാണുമോ? ഈ ദിവസം പിതാവായിരിക്കുന്ന ദൈവം അതാണ് പറയുന്നത്. മകനേ, പിശാചിന് നിന്നെ തന്നെ നീ വിറ്റുകളഞ്ഞു. ഒരു ശ്രേഷ്ഠതയും ഒരു വിലയുമില്ലാതെ നീ ജീവിക്കുന്നു. പിശാചിന്റെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിശാചിന്റെ കൈകളിൽ അകപ്പെട്ട് ജീവിക്കുന്നു. നാളെ ഒരു ദിവസം പിശാച് നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുവാനിടയാകും. കെടാത്ത തീയും ചാകാത്ത പുഴുക്കളുമുള്ള ഭയങ്കരമായ നരകത്തിൽ വീണ് നീ നശിക്കാതെ ഇരിക്കേണ്ടതിനായി, നിന്നെ സ്വന്തമാക്കേണ്ടതിനു വേണ്ടി ഞാൻ ആഗ്രഹിച്ച സമയത്ത് എൻ്റെ സ്വന്തം പുത്രൻ്റെ പ്രാണനെ വിലയായി കൊടുക്കേണ്ടി വന്നു. നിന്നെ രക്ഷിക്കേണ്ടതിനു വേണ്ടി എൻ്റെ പുത്രനെ ശിക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിക്കേണ്ടി വന്നു. നിനക്ക് നിത്യജീവൻ കൊടുക്കേണ്ടതിനു വേണ്ടി എൻ്റെ പുത്രനെ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായി വന്നു. നിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചതുകൊണ്ട് എൻ്റെ പുത്രൻ കരയുന്നതായ സമയത്തും ആ കരച്ചിൽ കാണാതെ മുഖം തിരിച്ചു കളയുകയാണ് ചെയ്തത്. എൻ്റെ പുത്രനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. എന്തുകൊണ്ടെന്നറിയാമോ? അന്നെൻ്റെ പുത്രൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരുന്നു എങ്കിൽ നീ നശിച്ചു പോകുമായിരുന്നു, നരകത്തിലേക്ക് പോകുമായിരുന്നു. വാസ്തവത്തിൽ ആ സമയത്ത് എൻ്റെ പുത്രനേക്കാൾ നശിച്ച് നരകത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന നിന്നെ കൂടുതലായി സ്നേഹിച്ചതുകൊണ്ടാണ് എൻ്റെ പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് നിന്നെ രക്ഷിക്കുവാനിടയായത്. ഇത്രയും കാര്യങ്ങൾ നിനക്കായി ചെയ്തിട്ടും എൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാതെ ഇനിയും പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ, ഇത്രയും ത്യാഗങ്ങൾ ചെയ്തിട്ടും അതൊന്നും കാണാതെ ഇനിയും നീ ദുർനടപ്പിൽ ദുഷിച്ച രീതിയിൽ ജീവിച്ചാൽ, ഞാനും എൻ്റെ പുത്രനും ചെയ്ത ത്യാഗത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകുമോ? ആ ദൈവദാസൻ പറയുകയാണ്. വാസ്തവമാണ്, ആ പിതാവ് ചെയ്തതായ ത്യാഗത്തെ മനസ്സിലാക്കാതെ പാപത്തിൽ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ആ ത്യാഗത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകുമോ? ഇത്രയും വലിയ ത്യാഗപ്രവൃത്തി കൺമുൻപിൽ കണ്ടിട്ട് വീണ്ടും ദൈവത്തെ കൂടാതെ ജീവിച്ചാൽ അവനൊരു മനുഷ്യനായിരിക്കുമോ? എന്നാൽ ആ പയ്യൻ ആ ത്യാഗത്തെ മനസ്സിലാക്കിക്കൊണ്ട് തിരികെ വന്നു, തൻ്റെ ജീവിതത്തെ ദൈവത്തിനായിട്ട് സമർപ്പിച്ചു. എങ്ങനെ പറയാൻ കഴിയും പാസ്റ്ററെ, ആ പയ്യൻ ഞാനാണ്? പ്രിയ സഹോദര സഹോദരി, ഈ ദിവസം നീയും ഇങ്ങനെ പറഞ്ഞാൽ നല്ലതാണ്. എന്താണ് പറയേണ്ടത്? ആ പയ്യൻ ഞാനാണ്. ആർക്കുവേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ പ്രാണനെ തന്നത്? നിനക്ക് വേണ്ടി. മകളെ, നിനക്ക് വേണ്ടിയാണ്. ആർക്കുവേണ്ടിയാണ് ആ പിതാവ് പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്? നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും. അന്ന് രക്ഷപ്പെട്ട ആ പയ്യനെപ്പോലെ ഞാൻ വരികയാണ്. ഞാനാണ് ആ പയ്യൻ. എനിക്ക് വേണ്ടിയാണ് ത്യാഗം ചെയ്തത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഞാൻ കർത്താവിന് സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ദൈവം എത്ര സന്തോഷിക്കുമെന്നറിയാമോ? മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ഈ വചനത്തിൽ കൂടി വളരെ വ്യക്തമായി സ്പഷ്ടമായി ഞങ്ങളോട് നീ സംസാരിച്ചുവല്ലോ. ദാവീദ് പാപം ചെയ്തതുകൊണ്ട് തൻ്റെ പ്രാർത്ഥനയ്ക്കന്ന് മറുപടി ലഭിച്ചിരുന്നില്ല. മോശ പ്രവർത്തിച്ച് അരുതാത്ത കാര്യം ചെയ്തതുകൊണ്ട് തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല. എന്നാൽ യേശുക്രിസ്തു ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും അവനൊരുപാട് നിലവിളിച്ചിട്ടും, അയ്യോ പിതാവേ, നിന്റെ പുത്രൻ്റെ കണ്ണുനീരിനെ നീ കണ്ടില്ല, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല. കാരണം ഒരുപക്ഷെ അന്ന് യേശുവിനെ നീ രക്ഷിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ നശിക്കുമായിരുന്നു. യേശുവിൻ്റെ കണ്ണുനീർ തുടച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ജീവിതാന്തം വരെ ആ നരകയാതനയിൽ കിടക്കേണ്ടി വരുമായിരുന്നു.
അതുകൊണ്ട് നിന്റെ പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, ഞങ്ങളെ നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റി. ഇത്ര വലിയ ത്യാഗത്തെ എങ്ങനെ ഞങ്ങൾ തള്ളിക്കളയാനിടയാകും? അങ്ങനെ തള്ളിക്കളഞ്ഞാൽ എന്ത് ലാഭമാണുള്ളത്? ഇന്ന് നീ ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചല്ലോ, വളരെ ലളിതമായി സംസാരിച്ചല്ലോ കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു തരികയാണ്. കർത്താവേ, ചെയ്തതായ ഓരോ തെറ്റുകളെയും ക്ഷമിക്കണമേ, ഞങ്ങളോട് മനസ്സലിയണമേ. നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. നിന്റെ മകനായി നിന്റെ മകളായി ഞങ്ങളെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തണമേ. ഈ ഭൂമിയിൽ നിന്റെ പൈതലായി ജീവിക്കുവാനുള്ള ഭാഗ്യം തരണമേ. ഞാൻ നിന്റെ മകനാണല്ലോ, ഞാൻ നിന്റെ മകളാണല്ലോ. നിന്നെപ്പോലെ ജീവിക്കാനുള്ള ഭാഗ്യം തരണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.